Okay, am I audible? Yes, sir. Okay, so this is our last module. Last module of our subject EST 130 and last module of electrical part. Okay, so its name is AC circuit. And in this module, we are going to discuss about phasor representation of sinusoidal quantities. Okay, we have already seen that AC waveform. What are the important terminologies associated with AC waveform? അല്ലേ അതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ആൻഡ് വി ഹാവ് ഡൺ സം പ്രോബ്ലംസ് ഓൺ ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് ഓൾ. ആൻഡ് ഇൻ ദിസ് മോഡ്യൂൾ വി ആർ ഗോയിങ് ടു discuss about how to represent this sine wave in phasor form. Okay, so and there are different methods to represent phasor, that is trigonometric, rectangular, polar and complex form. So the first one is represent a sine quantity, and then we have some phasor addition, subtraction, multiplication and division. That is the first topic. Then we are going to analyze simple AC circuit. That is, when we are connecting AC to resistive, inductor, capacitor, what will happen? So that we are going to discuss. Okay, then we will be explaining about what is reactance, what is impedance, and what is average power, power factor. After discussing this pure resistive, pure inductive, pure capacitive circuit, we will be discussing about combination of resistive and inductive circuit, combination of resistive and capacitive circuit, then series combination of resistor, inductor, capacitance, and we will be learning about reactive power, apparent power, true power, etc. And then some numerical problems are there. Okay, so this is about completely about AC supply and AC circuit. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് AC ആയിട്ട് നമ്മൾ എന്താണ് പഠിച്ചതെന്ന് വെച്ചാൽ നമ്മൾ തൊട്ട് മുമ്പിലത്തെ മോഡ്യൂളിൽ ജനറേഷൻ മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറയുന്ന ആ മോഡ്യൂളിൽ ലാസ്റ്റ് ജനറേഷൻ ഓഫ് AC വേവ് ഫോം അത് പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇൻഡ്യൂസ്ഡ് EMF എന്താന്ന് നോക്കി, AC വേവ് ഫോമിലെ ഓരോ പാരാമീറ്റർ, ആവറേജ് വാല്യൂ, RMS വാല്യൂ, സൈക്കിൾ, പീരീഡ്, ഫ്രീക്വൻസി, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോബ്ലം കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. ദിസ് ഇസ് ജസ്റ്റ് കണ്ടിന്യൂഷൻ ഓഫ് ദ പർട്ടിക്കുലർ മോഡ്യൂൾ. ഓക്കെ, AC സർക്യൂട്ടിൽ ഹൗ ടു റെപ്രസെന്റ് എ സൈൻ വേവ് യൂസിങ് ഫേസർ, ദെൻ ഹൗ ടു റെപ്രസെന്റ് ഫേസർ ഇൻ ട്രിഗ്നോമെട്രിക്, റെക്ടാങ്കുലർ, പോളാർ ഫോം, and analysis of AC circuit when we are connecting AC to resistive load, inductive load, capacitive load, what will happen, what is impedance, what is reactance, and analysis of RL, RC, RLC circuit. Okay, so after that we will do some numerics. Then we have three-phase AC system, how to generate three-phase voltage, then what is star and delta connection, and relation between line and phase voltage, line and phase current, and numerical problem. So from this topic there will be one question. എന്തായാലും ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ഒന്നുകിൽ ഇവിടെ 4-5 ക്വസ്റ്റ്യൻ ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട്, ഡെറിവേഷൻസ് ഉണ്ട്. ഇവിടുന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരും, ആൻഡ് ഇവിടുന്ന് ഒരു 2 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. 2 എത്ര മണിക്കൂറാ? എത്ര മണിക്കൂറാണത് ഇത് ആഡ് ചെയ്ത് നോക്കിയത്. 3 + 3 6 8 അവർ എൻ്റെ മോഡ്യൂളാണ്. നമ്മളിത് എടുത്ത് തീരുമ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 12 hour 13 hour ആവും. 3 + 3 6 8 അവർ എൻ്റെ മോഡ്യൂളാണ്. നമ്മളിത് എടുത്ത് തീരുമ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 12 hour 13 hour ആവും. ഓക്കെ, സോ മോഡ്യൂൾ എന്താണെന്ന്, എന്താ പഠിക്കാൻ പോകുന്നതെന്ന് ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ ഈ മോഡ്യൂളിൽ നമ്മൾ ഇതൊക്കെയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. കുറച്ച് ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റില്ല, കുറച്ച് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ ഇത് പഠിച്ചെടുക്കാൻ പറ്റൂ. കാരണം ഈ അനാലിസിസ് ഓഫ് AC സർക്യൂട്ടിൽ ഈ വരുന്ന ആറും ഫസ്റ്റ് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ബൈ ഹാർട്ട് പഠിച്ചാൽ അത് മാറി പോകും.
പക്ഷെ മനസ്സിലാക്കി പഠിച്ചാൽ നമ്മൾ പഠിക്കേണ്ട എന്താ പറയുക, മനസ്സിലാക്കി പഠിച്ചത് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഓർമ്മയിൽ നമുക്ക് ജസ്റ്റ് എടുത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ 3 ഫേസ് സപ്ലൈ കുറച്ച് ടഫാണ്, പക്ഷെ എന്താ പറയുക, നമുക്ക് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ, അതായത് ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചെറിയ മാർക്കിൻ്റെ അല്ല, 3 മാർക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻ അല്ല, 10 മാർക്ക് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും, ന്യൂമറിക് ആയാലും ഡെറിവേഷൻ ആയാലും. Okay, let us start. First one is phasor representation of a sinusoidal quantity. Okay, so we know that instantaneous values of an AC waveform is given by, എന്തായിരുന്നു ഫോർമുല? Instantaneous value small v is equal to V0 sin of Vm M sin omega t. Okay, so if you have 2 or 3 waveforms like this, analyzation of these 3 waveforms together will be a difficult process using this mathematical equation. ഈ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വെച്ചിട്ട് ഈ വേവ് ഫോമിനെ അനാലിസിസ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു വേവ് ഫോം ആണെങ്കിൽ കുഴപ്പമില്ല, ഇഫ് യു ഹാവ് മോർ ദാൻ 2 വേവ് ഫോം. സോ ഫോർ ഡൂയിങ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ on this waveform, we are converting or we are representing these sinusoidal quantities in phasor. ഓക്കെ, നമുക്ക് ഡയഗ്രാം വരക്കാം. ഈ ഇക്വേഷൻസ് നമുക്കറിയാം. സിമിലർലി ഇതിനകത്ത് കറണ്ട് ഉണ്ടെങ്കിൽ Im sin ഒമേഗ ടി ഉണ്ടാവും. ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഫേസ് ഡിഫറൻസ് ഉണ്ടാവാം. ഒമേഗ ടി സംടൈംസ് ഇറ്റ് ഈസ് പ്ലസ് തീറ്റ, സംടൈംസ് മൈനസ് തീറ്റ. ഇങ്ങനെ കുറെ അനാലിസിസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും if you go for the mathematical equation. But whenever you need to perform some mathematical operation on this sinusoidal quantity, it is better to convert into phasor. ഫേസറിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ ഈ വേവ് ഫോമിൻ്റെ മുകളിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫേസർ എന്ന് പറയുന്നത് എന്താണ്? വാട്ട് യു മീൻ ബൈ എ ഫേസർ? ഫേസർ ഇസ് എ റൊട്ടേറ്റിംഗ് വെക്ടർ. ബേസിക്കലി ഇറ്റ് ഇസ് എ എന്ന് പറഞ്ഞാൽ എന്താ? സ്കേലറും വെക്ടറും നമ്മൾ പണ്ടേ പഠിക്കുന്നുണ്ട്. എന്താണ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്കേലർ ആൻഡ് വെക്ടർ? ഓക്കെ, കറക്റ്റ് ആണ് ആൻസർ. വെക്ടർ എന്ന് പറയുന്നത്, വെക്ടർ ഈസ് ഹാവിംഗ് ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, ബട്ട് സ്കേലർ ഓൺലി ഹാസ് മാഗ്നിറ്റ്യൂഡ്. ദർ ഇസ് നോ ഡയറക്ഷൻ ഫോർ സ്കേലർ ക്വാണ്ടിറ്റി. സോ ഇറ്റ് ഈസ് എ വെക്ടർ, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഹാവിംഗ് magnitude and direction. Okay, so simply call a phasor is a scaled line. അതൊരു ലൈനാണ് അല്ലെ, ഒരൊറ്റൊരു വര വരച്ച ഒരു ലൈനാണ്. whose length represent an AC quantity and length AC quantity നെയാണ് ഒരിപ്പം. ഓക്കെ, ഫേസർ whose length represent AC contact magnitude. So this will be rotating, this rotating vector. It will be rotating in clockwise direction and also in anti-clockwise direction. Okay, അപ്പോൾ അത് മനസ്സിലായില്ലേ? ഇറ്റ് ഇസ് ജസ്റ്റ് എ ലൈൻ അല്ലേ, ഒരു ഈ വേറെ ഒന്നുമല്ല, ഈ സൈൻ വേവിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സൈൻ വേവിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇതിന് ഒരു ലൈൻ മാത്രമാണ്. ആ ലൈനിന്റെ ലെങ്ത് എന്താണ്? എന്താണ് ആ ലൈനിന്റെ ലെങ്ത്? ലെങ്ത് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡാണ് അല്ലേ. ഇപ്പം 2 ലൈൻ നിങ്ങൾക്ക് കാണാം. ഇതിൽ ഫസ്റ്റ് ലൈനിന്റെ ലെങ്ത് വളരെ കുറവാണ്, ദാറ്റ് മീൻസ് മാഗ്നിറ്റ്യൂഡ് ഈസ് വെരി ലെസ്. സെക്കൻഡ് ലൈൻ നിങ്ങൾക്ക് കാണാം മാഗ്നിറ്റ്യൂഡ് ലെങ്ത് കൂടുതലാണ്, ദാറ്റ് മീൻസ് മാഗ്നിറ്റ്യൂഡ് ഈസ് മോർ. ഓക്കെ, ആൻഡ് ഓൾസോ ദർ ഇസ് എ ഡയറക്ഷൻ ഫോർ ദിസ്. സോ ദിസ് വിൽ ബി റൊട്ടേറ്റിംഗ് ക്ലോക്ക്വൈസ് ഓർ ആന്റി ക്ലോക്ക്വൈസ്. ഓക്കെ, വി വിൽ സി വൺ മോർ എക്സ്പ്ലനേഷൻ. വെക്ടേഴ്സ് ആർ അസ്യൂംഡ്, അതായത് ഈ ഫേസർ is assumed to pivot at one end. ഒരു എൻഡ് ഫിക്സഡ് ആണ്. ഈ വെക്ടറിന്റെ ഒരു എൻഡ് ഫിക്സഡ് ആണ്. So one end of this vector is fixed. That end is 0 point. Okay, that is known as point of origin. So that is actually the 0 point. While the arrowed end representing the quantity. So there is an arrow at the opposite end. So it represents the quantity and it freely rotates in anti-clockwise direction
at an angular velocity omega. So it rotates with an angular velocity omega. Okay, നമുക്കറിയാം വി ഇസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി ആണ് അല്ലെ. അതിൽ വി എം എന്ന് പറയുന്നത് ആണ് എന്ത്? വി എം എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോൾ എന്തായി? ഈ ഫേസറിന്റെ അല്ലെങ്കിൽ വെക്ടറിന്റെ ലെങ്ത് ആയി അല്ലെ. വി എം എന്ന് പറയുന്നത് ഫേസറിന്റെ ലെങ്ത് എന്താണെന്നാ പറഞ്ഞത്? ഫേസറിന്റെ ലെങ്ത് എന്താണെന്നാ പറഞ്ഞത്? ഫേസറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ കൊടുത്ത വി എം എന്താണ്? പീക്ക് വാല്യൂ ആണ്, മാഗ്നിറ്റ്യൂഡ് ആണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് നോക്കാം ഒമേഗ ടി എന്നാണ്. അപ്പൊ ഈ ഫേസർ റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഒമേഗ വെച്ചിട്ടാണ്. ആംഗുലാർ വെലോസിറ്റി ഇത്ര ഒമേഗ എന്ന് പറയുന്ന ആംഗുലാർ വെലോസിറ്റിയിൽ അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ക്ലോക്ക് വൈസിലും റൊട്ടേറ്റ് ചെയ്യും, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും റൊട്ടേറ്റ് ചെയ്യും. അത് ആന്റി ക്ലോക്ക് വൈസിലുള്ള റൊട്ടേഷൻ ആണ് ഈസ് കൺസിഡേർഡ് ടു ബി ദ പോസിറ്റീവ് റൊട്ടേഷൻ. If it is rotating in anti-clockwise direction, so it is positive rotation. If it is clockwise direction, it is negative rotation actually. Okay, അപ്പോൾ ഫേസറിനെ പറ്റി നമുക്കിപ്പോൾ എന്താ അറിയാം? ഫേസർ ഇസ് എ ബേസിക്കലി എ വെക്ടർ അല്ലേ? യെസ്. സോ വെക്ടർ എന്ന് പറഞ്ഞാൽ അപ്പം നമ്മുടെ തലയിൽ ഓർമ്മ വരണം, വെക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, സോ ഇറ്റ്സ് ലെങ്ത് represent magnitude of an AC quantity. Its length represents magnitude of an AC quantity. It may be voltage, it may be current, it represents the magnitude. And one end of this phasor or vector is fixed and another end, that is end with an arrow mark. Vector നമ്മൾ arrow mark വെച്ചിട്ടാണ് കാണിക്കുന്നത് അല്ലേ? So the end with an arrow mark is freely rotate with an angular velocity omega. Omega which rotate ചെയ്യുന്നുണ്ട്. So that is the introduction about vector. Now you can see that there is a sine wave. Positive half cycle, that is one full cycle, okay? Positive half cycle and negative half cycle. And the same sine wave is represented by a vector A. You can see that OA is the vector. Okay, or I can tell like this. Initially it was OB, that is when it is started, when the theta is 0, it is OB. Then it rotates theta degree and reaches a new position OA. You can see that from theta they have drawn a line to this circle. So here you can see that OA and OB are two vectors. OB is the initial, and then as this sine wave increases in theta value, OA is, that is OB is actually rotating with its peak magnitude, and it has rotated at an angle theta. Here you can also see that in the waveform it has moved theta. Okay, but 90 degree ആകുമ്പോൾ എന്ത് സംഭവിക്കും? When it is pi by 2, the vector is at this angle. So it is rotated 90 degree and the magnitude down. Or you can see this animation. See that it is rotating. That means the sine wave is changing continuously with its angle. So see that when it is reached, okay, 1 minute. Okay, let me try to pause it. So when it is almost 0, you can see that the value is 0. When the angle is almost 0, okay, this is just one cycle. Okay, this is one cycle, positive cycle and negative cycle. After the negative cycle, you see that is the angle is starting again from the 0. At that time, it is started with this reference angle 0. Then we check this. Then it reaches, I will stop. Okay, when it reaches 90 degree, you see that it is having maximum magnitude.
Here also it has rotated 90 degree. Again 180 degree it reaches 0. Again almost 270 degree it is -1, so it is negative p. Then again it continuously rotates with an angular frequency omega. ഇത് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്? ഈ വേവ് ഫോം എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്? ഇറ്റ് ഈസ് വി എം സൈൻ ഒമേഗ എം ഒമേഗ ടി. ഓക്കെ, വി ഇസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. ആ ഒരു ആംഗുലർ ഫ്രീക്വൻസിയിലാണ് ഈ വേവ് ഫോം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇവിടെ ഉണ്ടാവുന്ന ഈ വെക്ടറും റൊട്ടേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ഏതാണ്? ഒമേഗ എന്ന് പറയുന്ന ആ ഫ്രീക്വൻസി തന്നെയാണ് ഈ വെക്ടറും റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു സൈൻ വേവിനെ നമുക്ക് ഒറ്റ സിംഗിൾ ലൈന് കൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റി, അല്ലേ? അല്ലേ, ക്ലിയർ അല്ലേ? ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു വേവ് ഫോം ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഇറ്റ് ഈസ് ഇഫ് യു ഹാവ് അനദർ വേവ് ഫോം ബി ഇസ് ഈക്വൽ ടു ബി എം സൈൻ omega t minus 90. So it will be lagging this waveform. At that time, you just need to draw a single line which is following this particular vector. Okay, അപ്പോൾ ആ ഒരു വെക്ടറും ഈ ഒരു സർക്കിളിനുള്ളിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. അത് നമുക്ക് ക്ലിയർ ആയിട്ട് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്നിൽ കൂടുതൽ വേവ് ഫോം ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഓരോ ലൈൻ വെക്ടർ വരും, അത് ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ആ ഫിക്സഡ് ഫ്രീക്വൻസിയിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദാറ്റ് ഈസ് അബൌട്ട് ഫേസർ. Okay, we will see a little more. Each instantaneous value of an AC signal can be represented by a phasor, and in the above figure, OA represents instantaneous value at an angle theta. So, this is actually the figure. So, in this OA represents instantaneous value of the instantaneous value at an angle theta. Now, okay, as we know, length represents the magnitude anti-clockwise, and it is also in clockwise direction, but it's considered as negative rotation. ഇതിൽ സാധാരണ വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും വെക്ടറാണ് ഇതിൽ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് എഴുതിയെടുക്കും. ഫസ്റ്റ് സെന്റൻസ് മാത്രം എഴുതിയാൽ മതി. മോഡ്യൂൾ 3 എന്ന് പറയുന്നൊരു ഹെഡിങ് കൊടുക്കുക, എ സി ക്വാണ്ടിറ്റി എന്നുള്ളൊരു ഇത് കൊടുക്കുക, എ സി സർക്യൂട്ട് എന്ന് പറയുന്നൊരു ടൈറ്റിൽ കൊടുക്കുക, അതിനകത്ത് ഫേസർ റെപ്രസെൻറ്റേഷൻ ഓഫ് സൈനസോയിഡൽ ക്വാണ്ടിറ്റി എന്ന് കൊടുക്കുക. ഓക്കെ, എഴുതിയ എഴുതി സാർ. ഓക്കെ, അപ്പൊ ഫേസർ എന്താന്ന് ഏതാണ്ട് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഈ ഒരു ഡയഗ്രാം കൂടെ അതിനകത്ത് വരച്ചു നോക്കുക. ഈ ഒരു ഡയഗ്രാം എഴുതിയതിൻ്റെ കൂടെ
ഈ ഒരു ഡയഗ്രാം കൂടെ വരച്ചു. വരച്ചു സാർ. ഞാൻ ഇതിനെപ്പറ്റി പറയുന്നില്ല, അടുത്ത സ്ലൈഡ് എടുക്കാം. സോ എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ആസ് ഐ സെഡ് earlier, so if you represent a sine wave like this, here we have two waveform actually. The first waveform is A and second waveform is B, and both are of same magnitude and both are rotating at same angular frequency, and there is no phase difference between both the waveform. രണ്ടും ഒരുപോലെയുള്ള വേവ് ഫോം ആണ് അല്ലേ. സോ you can see that phase shift is 0 degree. There is no phase shift between one waveform and another waveform. Phase shift എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് തൊട്ട് താഴത്തെ ഡയഗ്രാം നോക്കാം. If you see this one, A and B are not in same phase because B is leading A. നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. A is leading B. A ആണ് മുന്നിലുള്ളത് അല്ലേ. A 0 ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് B 0 ക്രോസ് ചെയ്യുന്നത്. സോ A is leading B. So in the second case, B is leading A, and it is the last one is completely out of phase. Okay, that means when it is positive, when A is in the positive half cycle, at that time B is when A is in the negative half cycle, B is in the positive half cycle. So this is completely out of phase. So if you see the first waveform, രണ്ട് വേവ്ഫോമും ഒരേ ഫേസിലാണുള്ളത്, ഒരേ മാഗ്നിറ്റ്യൂഡാണ്. രണ്ട് വേവ്ഫോം തമ്മിൽ ഫേസ് ഷിഫ്റ്റ് ഒന്നുമില്ല. സോ ഇഫ് യു റെപ്രസെന്റ് ദിസ് ഇൻ ഫേസർ ഓർ വെക്ടർ, it is a straight line. First I am drawing for vector, or first I am drawing for waveform A, and since it is of same magnitude and since there is no phase shift, what I can do is I can draw the second phase exactly on the A vector. So A and B are same phase. But if you look at the second one, I already said that there is a phase shift of 90 degree. That means A is leading B. A is ahead of B. There is A leads B. Here it is written. A lead ചെയ്യുന്നു ബിനേക്കാൾ. സോ അങ്ങനെയാണെങ്കിൽ ഫേസർ വരിക ഇങ്ങനെയാണ്, 90 ഡിഗ്രി ആണ് അല്ലേ. A 90 ഡിഗ്രി ഏത് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫേസർ ഏത് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുക? ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ അല്ലേ. അപ്പം ആരാണ് ഇപ്പൊ മുന്നിൽ ഈ റൊട്ടേഷനിൽ? എ ആണ്. ബിനേക്കാളും മുന്നിൽ എ ആണ്. എത്ര ഡിഗ്രി? 90 ഡിഗ്രി. 45 ഡിഗ്രി ആണെങ്കിൽ സെന്ററിലൂടെ വരും അല്ലേ. 180 ഡിഗ്രി ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് വരും. 270 ഡിഗ്രി ആണെങ്കിൽ നേരെ താഴെ വരും. അപ്പൊ അങ്ങനെയാണ് ഫേസർ റെപ്രസെന്റ് ചെയ്യുക. സോ ലുക്ക് അറ്റ് ദ തേർഡ് കേസ് where B leads A, and now I am taking B as reference. So B is written here and A is lagging behind B അല്ലേ. ഇപ്പോൾ ആരാ ലീഡ് ചെയ്യുന്നത്? ഈ ഡയഗ്രം ഇല്ലേ, ഈ ഡയഗ്രം എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരക്കാം. സോ ഹിയർ ഇറ്റ് ഈസ് A, ഹിയർ ഇറ്റ് ഈസ് B. ബോത്ത് ആർ കറക്റ്റ്. ഓക്കെ, ബട്ട് ഈ ഒരു കേസിൽ ബീനെ റെഫറൻസ്, നേരത്തെ ബി റെഫറൻസ് ആക്കിയത് കൊണ്ട് ബി ഇവിടെ റെഫറൻസ് ആക്കി എടുക്കും. സോ ബിനെ വെച്ച് നോക്കുമ്പോൾ പിറകിലാണ്. സോ ലാഗിങ് ബിഹൈൻഡ്
So I am drawing this one in the negative direction. അപ്പോൾ ബി ഇവിടുന്ന് 90 ഡിഗ്രി മുന്നിലാണുള്ളത് എനേക്കാളും. So B is here. So this is 90 degree and again it rotates for 90 degree. That means A reaches here. So just opposite to each other. ക്ലിയർ ആയില്ലേ? എങ്ങനെ ഇത് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയില്ല എങ്ങനെ ഇത് വരക്കുക എന്നുള്ളത്. ഓക്കെ, നമുക്കിപ്പോൾ ഫേസർ കിട്ടി. ഓക്കെ, ഇതും സെയിം ആണ്. ഓക്കെ, ഇഫ് യു ഹാവ് ടു ഇക്വേഷൻസ്, വൺ ഈസ് വി എം സൈൻ ഒമേഗ ടി, ഒരു വോൾട്ടേജ് ഇക്വേഷൻ ആണ് അല്ലെ. വി ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻസ്റ്റന്റേനിയസ് വാല്യൂ വി ഓഫ് ടി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. ബട്ട് വെൻ യു ഗോൺ ഫോർ കറന്റ് ഐ ഓഫ് ടി, ഇറ്റ് ഈസ് ഐ എം സൈൻ ഒമേഗ ടി മൈനസ് 5. ഇതിൽ ആരാണ് ലീഡ് ചെയ്യുന്നത് ആരാണ് ലാഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞാട്ടെ. ഈ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ ആരാണ് ലീഡ് ചെയ്യുന്നത് ആരാണ് ലാഗ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും. ആരാണ് ലീഡ് ചെയ്യുന്നത്? കറന്റ് ആണോ വോൾട്ടേജ് ആണോ? വോൾട്ടേജ് ലീഡ് ചെയ്യുന്നു. കാരണം എന്താ? ഒമേഗ ടി മൈനസ് 5 ആണുള്ളത്. അപ്പം ലാഗ് ചെയ്യുന്നു കറണ്ട്, വോൾട്ടേജ് ലീഡ് ചെയ്യുന്നു. സോ ഐ എം ഡ്രോയിങ് വി എം എസ് റെഫറൻസ് and I don't know actually what is the angle. 5, maybe some angle 90 degree ആവാം, 90 degree കുറവാവാം. ഇപ്പം എനിക്കറിയില്ല, ജസ്റ്റ് ലാഗ് ചെയ്യുന്നുണ്ടെന്ന് അറിയും. സോ ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് ഒരു 5 എന്ന് പറയുന്ന ആംഗിൾ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഐ എം ഡ്രോ ചെയ്തു. സോ സി ദ നെക്സ്റ്റ് വൺ, ഇറ്റ്സ് ആക്ച്വലി പ്ലസ്. ഓക്കെ, സോ വിച്ച് ഈസ് ലീഡിങ് ഹിയർ, കറന്റ് ഓർ വോൾട്ടേജ്? Current. So okay, in the reference axis I am drawing the voltage, then I know that current is leading at an angle phi. So I have drawn here. So the current is leading the voltage as it rotates in the anti-clockwise direction. Okay, ഇപ്പോൾ നമുക്ക് ലാഗിങ്ങും ലീഡിങ്ങും എന്തൊക്കെയാണെന്ന് മനസ്സിലായി, ഫേസർ എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി ഞാൻ വരുന്നത് ഈ ഫേസറിനെ കോംപ്ലക്സ് ഫോമിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വെക്ടറിനെ എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, വെക്ടറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും. സോ ദർ ആർ 3 മെത്തേഡ് ടു റെപ്രസെന്റ് എ വെക്ടർ. സോ ഫസ്റ്റ് വൺ ഈസ് rectangular form or Cartesian form. That is the first one, rectangular form or Cartesian form. Second one is polar form. Third one is triangular form. So in Cartesian form, we have a diagram like this. That is, we have x and y axis, and x is said to be real axis and y is imaginary axis, and this vector is represented as x plus jy, where j represent imaginary axis. ഇത് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് വെക്ടർ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചാൽ, സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സ് ആൻഡ് വൈ ആക്സിസ്, വെയർ എക്സ് ആക്സിസ് ഇസ് റിയൽ ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ഇസ് ഇമാജിനറി ആക്സിസ്, ആൻഡ് എ വെക്ടർ ഇൻ കാർട്ടീഷ്യൻ coordinate system is represented as vector v is equal to, or voltage vector v is equal to x plus j y. So that is one representation. And another one is second one, polar method. Okay, polar form, where the polar form, a vector is represented using equation vector v is equal to radius at an angle phi, where r is the magnitude and phi is the phase angle. So if you go for this, so a
vector in a polar form is represented like this, in this format, r comma. So normally we will write this also, r at an angle phi or theta, okay, where phi is angle, radius is r. So here you will be having the value. Similarly, നമ്മൾ ഫേസർ എങ്ങനെയാണ് കണ്ടത് അതുപോലെ തന്നെയാണ് ഇവിടെയും റെപ്രസെന്റ് ചെയ്യുക. So for this particular example, 5 plus 5 comma pi by 4, where pi by 4 is 180 divided by 4 is how much? 180 by 2 is 90, 180 by 4 is actually 45 degree. Okay, so first I will be drawing this radius with a length 5, and I know that this part is 90 and half of that is 45. So this is the angle theta, that is 45. So the vector can be marked at an angle theta and with its magnitude 5. ഇങ്ങനെയാണ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുക, നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്യുക. Okay, so first we will be drawing the distance or radius, and then we will be mentioning the theta angle. So that is how we represent it in polar coordinate system. രണ്ട് കോർഡിനേറ്റ് സിസ്റ്റം മനസ്സിലായില്ലേ? Yes, sir. എല്ലാവർക്കും, ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഉച്ച സമയമാണ്, വിശക്കുന്നൊക്കെ ഉണ്ട്, എന്നാലും ശ്രദ്ധിക്കുക. ഓക്കെ, ബാക്കി എല്ലാവർക്കും മനസ്സിലായി? ആനന്ദ് വിവി? Yes, sir. Okay. So now the third one. The third representation is triangular form, where vector is represented using the formula radius into radius, നമ്മൾ polar formula പറഞ്ഞ അതേ radius into e raised to j phi. So where e raised to j phi means it is cos phi plus j sin phi. So it is nothing but a combination of rectangular form and polar form. ഓക്കെ, ആറ് വരുന്നുണ്ട്, അതേപോലെ കോസ് ഫൈ ജെ സൈൻ ഫൈ, അതായത് റിയൽ ആക്സിസും ഇമാജിനറി ആക്സിസും പോലെ ഒരു ടേമും വരുന്നുണ്ട്. ഓക്കെ, അത്രയാണ് ചെയ്യേണ്ടത്. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് റെക്ടാങ്കുലർ ഫോമും പോളാർ ഫോമും ആണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് നോക്കിയാൽ മതി. ഇനി ട്രയാങ്കുലർ ഫോം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ വളരെ ഈസിയാണ്. ട്രയാങ്കുലർ ഫോം നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക, ആർ കോസ് ഫൈ പ്ലസ് ജെ ആർ സൈൻ ഫൈ. ഇതിപ്പം ഏത് കോർഡിനേഷൻ പോലെയായി? ഇപ്പൊ ഏത് കോർഡിനേറ്റ് ഫോം പോലെയായി? ഈ ടേം എന്ന് പറയുന്നത് എക്സ് ആണ്, പ്ലസ് ജെ, ഈ ടേം എന്ന് പറയുന്നത് വൈ ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് ഫൈ, വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ ഫൈ. സോ ബോത്ത് ആർ ഓൾമോസ്റ്റ് സെയിം. ഈ റെക്ടാങ്കുലർ ഫോമും കാർട്ടീഷ്യൻ പോളാർ ഫോമും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഏതാണ്ട് ട്രയാങ്കുലർ ഫോം ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റെക്ടാങ്കുലർ ആൻഡ് കാർട്ടീഷ്യൻ, റെക്ടാങ്കുലർ ആൻഡ് പോളാർ ഫോം ആണ്. ഓക്കെ, സോ റെക്ടാങ്കുലർ ഫോമിൽ എങ്ങനെയാണ് ഒരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുക പറയൂ? എക്സും വൈയും ആക്സിസ് ഉണ്ടെങ്കിൽ V is equal to vector A by. ഓക്കെ, വെക്ടർ വി ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ജെ വൈ. എങ്ങനെയാണ് നിഹാല് പോളാർ ഫോമിൽ ഒരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുക? പോളാർ ഫോമില് കേട്ടില്ല നീ പറഞ്ഞത്. നിഹാൽ, എങ്ങനെയാ പോളാർ ഫോമിൽ ഒരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുക? ഇല്ല, ശ്രദ്ധിച്ചില്ല. പോളാർ ഫോമിൽ ഒരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് വെക്ടർ വി ഈസ് ഈക്വൽ ടു ആർ അറ്റ് ആൻ ആംഗിൾ തീറ്റ ഓർ ഫൈ, എന്തായാലും വരക്കാം, ഓർ ആർ കോമ തീറ്റ. അതിൻ്റെ റേഡിയസ് കൊണ്ടും ഫേസ് ആംഗിൾ കൊണ്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്.
Okay, now we will see how to convert from rectangular to polar form. ഓക്കെ, എന്തിനാണ് ഈ കൺവേർഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് വെക്ടർ ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും ഈസി ആകുന്നത് അത് റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഉണ്ടാകുമ്പോഴാണ്. ഇങ്ങനെ ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും ഈസി ആകുന്നത് അത് റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഉണ്ടാകുമ്പോഴാണ്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യാൻ പറ്റുന്നത് അത് പോളാർ ഫോമിൽ ഉണ്ടാകുമ്പോഴാണ്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യാൻ പറ്റുന്നത് അത് പോളാർ ഫോമിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ്. അപ്പോൾ എപ്പോഴൊക്കെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വരുന്നോ നിങ്ങൾക്ക് വെക്ടർ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ നിങ്ങളത് പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, തിരിച്ച് റെക്റ്റാങ്കുലറിലേക്ക് മാറ്റുക. എപ്പോഴൊക്കെ അഡീഷൻ തരുന്നുണ്ട് അത് പോളാറിലാണ് തന്നിരിക്കുന്നതെങ്കിൽ റെക്റ്റാങ്കുലറിലേക്ക് മാറ്റുക, അഡീഷനും സബ്സ്ട്രാക്ഷനും ചെയ്യുക, അതിനെ തിരിച്ച് വീണ്ടും പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കൺവേർഷൻ. എന്തുകൊണ്ടാണ് കൺവേർഷൻ വേണ്ടതെന്ന് മനസ്സിലായ എല്ലാവർക്കും? യെസ് സർ. ഹൃതിക്കിന് മനസ്സിലായ? സാർ. കാളിദാസ്? സാർ. സാർ ഒന്നുകൂടി പറയോ? അതായത് എന്തിനാണ് കൺവേർഷൻ വേണ്ടതെന്നല്ലേ അല്ലേ? അതിലെ പറയേണ്ടത് ഒന്നും കൂടെ. ആ, നമുക്ക് രണ്ട് വെക്ടർ ആഡ് ചെയ്യണം. ഇഫ് വി വാണ്ട് ടു ആഡ് two vectors, അതിൽ ഏറ്റവും നല്ലത് റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റമാണ്. റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വെക്ടർ റെക്റ്റാങ്കുലറിലാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. പോളാറിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ റെക്റ്റാങ്കുലറിലേക്ക് കൺവേർട്ട് ചെയ്യണം, എന്നിട്ട് ആഡ് ചെയ്ത് തിരിച്ച് പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇനി മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യാൻ ഏറ്റവും നല്ലത് പോളാർ കോർഡിനേറ്റ് സിസ്റ്റമാണ്. അപ്പോൾ ആ സമയത്ത് പോളാറിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ചെയ്യാം. പക്ഷേ റെക്റ്റാങ്കുലറിലേക്കാണ് തന്നിരിക്കുന്നതെങ്കിൽ പോളാറിലേക്ക് കൺവേർട്ട് ചെയ്ത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്ത് തിരിച്ച് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതാണ് കൺവേർഷൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പം തേർഡ് മോഡ്യൂളിലെ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്?